അല്ലാഹുവിന്റെ വഹദാനിയത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ്, അതിന്റെ അർത്ഥവ്യാപ്തികളിലേക്ക്, ആശയപ്പൊരുളുകളിലേക്ക് ആണ് നാം എത്തി നോക്കിക്കൊണ്ടിരിക്കുന്നത്. തൗഹീദിൽ ഞാനും നിങ്ങളും വളരണമെന്നുണ്ടെങ്കിൽ സദാ അല്ലാഹുവിനെ അന്വേഷിച്ചുകൊണ്ട്, സദാ അല്ലാഹുവിനെ തേടിക്കൊണ്ട്, മനസ്സുകൊണ്ട് ആ നാഥനെ കണ്ടെത്തേണ്ടതുണ്ട്. അല്ലാഹു തന്നെ പഠിപ്പിച്ചത് ഖുദ്സിയായ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയിച്ചത്, അല്ലാഹുവിനെ തേടുന്നവർക്ക് മാത്രമേ, അല്ലാഹുവിനെ അന്വേഷിക്കുന്നവർക്ക് മാത്രമേ പടച്ച തമ്പുരാനെ മനക്കണ്ണുകൊണ്ട് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുമ്പോഴാണ് ആ പവിത്രമായ വചനം അന്വർത്ഥമാകുന്നത്. അല്ലാഹു പറഞ്ഞു, മൻ ത്വലബനി വജദനി, ആരാണ് എന്നെ അന്വേഷിച്ചതെങ്കിൽ, ആരാണ് എന്നെ തേടിയതെങ്കിൽ, വജദനി, അവർക്കെന്നെ ലഭിക്കുക തന്നെ ചെയ്യും, അവർക്ക് എന്നെ കിട്ടുക തന്നെ ചെയ്യും. വമൻ വജദനി അറഫനി, എന്നെ മനസ്സിലെത്തിക്കുന്നവർ, എന്നെ ഹൃദയത്തിലെത്തിക്കുന്നവർ, അവർക്കാണ് എന്നെ അറിയാൻ സാധിക്കുക. വമൻ അറഫനി ആശിഖനി, എന്നെ അറിഞ്ഞവരാണ് എന്നെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുകയുള്ളൂ. വെറും അല്ലാഹ് എന്ന ഒരു കാഴ്ചപ്പാട്, ഏകനായ ഏകദൈവം എന്ന വിശ്വാസം, ഏകനായ സർവ്വതിന്റെയും ഉടമസ്ഥനായ അല്ലാഹു എന്ന ഒരു കാഴ്ചപ്പാട് കൊണ്ട് മാത്രം അല്ലാഹുവിനെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. വമൻ അറഫനി അശിഖനി, എന്നെ അറിയേണ്ട വിധത്തിൽ അറിയുമ്പോഴാണ് എന്നോട് സ്നേഹമുണ്ടാവുക. വമൻ അശിഖനി അശിഖ്തുഹു, എന്നെ സ്നേഹിക്കേണ്ട വിധത്തിൽ കുറ്റമറ്റ സ്നേഹം ആരിൽ നിന്നുണ്ടായോ അത്തരക്കാരെയാണ് ഞാൻ തിരിച്ച് സ്നേഹിക്കുക എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈമാനിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി, നമ്മിലെ കലിമയുടെ വളർച്ചയ്ക്ക് വേണ്ടി, അചഞ്ചലമായ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഉറച്ചു കിട്ടുന്നതിന് വേണ്ടി സദാ മനസ്സുകൊണ്ട് നമ്മുടെ ഉടമസ്ഥനെ നാം തേടിക്കൊണ്ടിരിക്കണം. എവിടെയൊക്കെ തേടണമെന്ന് ഖുർആൻ പഠിപ്പിച്ചല്ലോ. അല്ലാഹുവിന്റെ കലാം വളരെ കൃത്യമായി, സ്പഷ്ടമായി നമുക്ക് പറഞ്ഞു തന്നു. ദിക്കുകളിലൊക്കെ, പ്രപഞ്ചത്തിലാകെ അല്ലാഹുവിനെ കാണിക്കുന്ന ആയത്തുകളാണുള്ളത്. അല്ലാഹുവിനെ മനസ്സിലാക്കി തരുന്ന ദൃഷ്ടാന്തങ്ങളാണ് ഈ പ്രപഞ്ചത്തിന്റെ ദിക്കുകളിലെല്ലാം നിങ്ങൾക്ക് കാണാനാകുന്നത്. വേണ്ട, നിങ്ങളിൽ തന്നെ, മനുഷ്യരെ, നിങ്ങളിൽ തന്നെ അല്ലാഹുവിലേക്ക് വഴി കാണിക്കുന്ന ആയാത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ എമ്പാടുമുണ്ട്. എന്നല്ല, അല്ലാഹു നിങ്ങളോടൊപ്പം തന്നെയുണ്ട് എന്ന് മാത്രമല്ല, അല്ലാഹു നിങ്ങളിൽ തന്നെയുണ്ട്. ഇത് മനുഷ്യദൈവ സങ്കല്പമല്ലേ? ആൾ ദൈവങ്ങളെ അംഗീകരിക്കലല്ലേ എന്ന് ചില ആളുകൾ ഈ മഹിതമായ കലിമയുടെ പൊരുൾ, മഹത്തുക്കൾ വിശദീകരിക്കുന്നത് കേൾക്കുമ്പോൾ ആരോപിക്കാറുണ്ട്. ഇത് ആൾ ദൈവങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന വാദമാണ്, മനുഷ്യ ദൈവം ഉണ്ട് എന്ന് സമ്മതിക്കലാണ് എന്ന് പറയാറുണ്ട്. അതിലാരും ബേജാറാകേണ്ട. കാരണം ഇത് അല്ലാഹുവിന്റെ കലാമാണ്, ഇത് വിശുദ്ധ ഖുർആനിന്റെ നേരെ ആശയമാണ്, പടച്ച തമ്പുരാൻ പഠിപ്പിച്ച അധ്യായമാണ്. വലഖദ് ഖലഖ്നൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. ആൾ ദൈവങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ആശയമല്ല ഇത്. മനുഷ്യ ദൈവം ഉണ്ട് എന്ന് പറയലല്ല ഇത്. അല്ലാഹു പഠിപ്പിച്ചതെന്താ? വലഖദ് ഖലഖ്നൽ ഇൻസാൻ, തീർച്ചയായിട്ടും മനുഷ്യനെ പടച്ചത് നാം ആകുന്നു, നമ്മളാണ് മനുഷ്യനെ പടച്ചത്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു,
അവന്റെ മനസ്സിൽ ഉദിക്കുന്ന ചിന്തകൾ, അവന്റെ മനസ്സിൽ അവൻ വിചാരിക്കുന്ന തോന്നലുകൾ വരെ നാം അറിയുന്നുണ്ട്. മനസ്സിലുദിക്കുന്ന ചിന്തകൾ, മനസ്സിന്റെ തോന്നലുകൾ എല്ലാം നാം അറിയുന്നുണ്ട്. എന്തുകൊണ്ട് അറിയുന്നു? വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. അവന്റെ അകത്തുള്ള കണ്ഠനാടിയേക്കാൾ നാം അവനോട് അടുത്താകുന്നു. ഇതാണ് ഖുർആൻ പറയുന്നത്. കണ്ഠനാടി ഈ കഴുത്തിലെ 2 ഭാഗങ്ങളിലൂടെ നീണ്ടുപോകുന്ന രക്തധമനികളാണ് ഹബ്ലുൽ വരീദ്. തലച്ചോറ് മുതൽ ശരീരത്തിന്റെ പ്രധാന അവയവങ്ങളിലൂടെ, ആന്തരികാവയവങ്ങളിലൂടെയൊക്കെ ടച്ച് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട നാഡിയാണ് ഞര